ഇപ്പം ചൂടുകാലമൊക്കെ അല്ലേ, ദുബായിലും ഇപ്പം ചൂടൊക്കെ തുടങ്ങി. ഉച്ചയ്ക്ക് നമുക്കൊരു സ്മൂത്തി ആക്കി കുടിക്കാം. പഞ്ഞിപ്പുല്ല്, ഞങ്ങൾ പഞ്ഞിപ്പുല്ലെന്ന് പറയും, ചില നാട്ടിൽ കൂരോ എന്ന് പറയണം. നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് കമൻറ്റ് ചെയ്യണേ. പഞ്ഞിപ്പുല്ല് നല്ലപോലെ കഴുകണം. ചിലവർ പൊടി എടുക്കും. ഇവിടെ പൊടി എനിക്ക് അത്ര ഇഷ്ടമല്ല, ഈ ഉമി ഇങ്ങനെ കാണും പൊടിക്കകത്ത്. ഇതാകുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ച് അതിൻ്റെ 100 മാത്രം എടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് വരും ആ സ്മൂത്തിക്ക്. ഇങ്ങനെ അരിപ്പയ്ക്കകത്തിട്ട് കഴിയുമ്പോൾ താഴെ പോകാതെ നമുക്ക് എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പഞ്ഞിപ്പുല്ല് 2 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷമാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പഞ്ഞിപ്പുല്ല് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അടപ്പൊക്കെ കഴുകി നമുക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ലൂസാക്കി അരിപ്പയ്ക്കകത്ത് ഇങ്ങനെ അരിച്ചെടുക്കാം. നമുക്ക് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് അതിൻ്റെ സത്തൊക്കെ എടുത്തു. ഇനി ഇത്രയും ചണ്ടി അതിൻ്റെ ബാക്കി വന്നു, അത് നമുക്ക് കളയാം. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അരിച്ച് അതിൻ്റെ ഇതെല്ലാം പോകാൻ ഒന്നുകൂടെ ഒന്ന് അരിച്ചു കൊടുക്കാം. ചിലപ്പം പൊടിയൊക്കെ അതിനകത്ത് കാണും. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കാച്ചുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കത്തിക്കാം. തുടർച്ചയായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ഞിപ്പുല്ല് ഈ പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, കളർ കണ്ടോ? എന്നിട്ട് നമ്മൾ പൗഡർ ഇട്ടെടുക്കുകയാണെങ്കിൽ റെഡ് കളറിലിരിക്കും. അത് അതിൻ്റെ ഉമിയും കൂടെ. ഇത് നമ്മൾ അരച്ച് സ്മൂത്തിക്കൊക്കെ എടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും. നമുക്ക് ഒത്തിരി മധുരം ഇല്ലെങ്കിലും കുടിക്കാൻ നല്ല ഇത് വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി ആറാൻ വേണ്ടിയിട്ട് നമുക്ക് പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഐസ് കട്ടയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പഴം, ഞാൻ ഇവിടെ പഴം ഫ്രീസറിൽ ഒത്തിരി വാങ്ങിക്കുന്ന ദിവസം കേടാകാതിരിക്കാൻ ഫ്രീസറിൽ ഇങ്ങനെ ഇട്ട് ബോക്സിൽ അടച്ചു വെക്കും ഞാൻ. ഈന്തപ്പഴം വേണ്ടുന്നവർക്ക് ഈന്തപ്പഴയുടെ, ഈന്തപ്പഴം വലിയ ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തേൻ ഒഴിക്കുന്നു. കുറച്ച് പഴത്തിൻ്റെ ഓൾറെഡി പഴത്തിൻ്റെ മധുരം ഉണ്ട്, അപ്പോൾ ഇച്ചിരി തേനൂടെ ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്മൂത്തി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല സ്വാദിഷ്ടമായ സ്മൂത്തി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം, ഷുഗർ ഉള്ളവർക്കും എല്ലാം. ഷുഗർ ഉള്ളവർ തേൻ ഒഴിവാക്കണം. എല്ലാവർക്കും കുടിക്കാം. പഴത്തിൻ്റെ ചെറിയ മധുരവും ഇത് ഹെൽത്തി ഡ്രിങ്കാണ്. നമുക്ക് ഇനി ഒന്ന് കുടിച്ചു നോക്കിയാലോ. ചെറിയ മധുരം മതി ഞങ്ങൾക്ക്. അതുകൊണ്ട് ചെറിയ മധുരവും നല്ല ഇതായിട്ട് കുടിക്കാം. ഡയറ്റ് എടുക്കുന്നവർക്കും നല്ലതാ. ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം.